ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ അനദർ ലൈവ് സെഷൻ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ MMPC 003 ബിസിനസ് എൻവയോൺമെന്റ് പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും നമ്മളുടെ ഒരു ക്ലാസ്സിലോട്ട് വെൽക്കം ചെയ്യാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പേപ്പറിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവുക. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെന്റ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ദ ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോമ്പോണൻസ് നമ്മളുടെ ഓർഗനൈസേഷനകത്ത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ പേപ്പറിന്റെ പേരാണ്. സോ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. എന്താ പറയണത്? അതായത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ആദ്യം നമുക്ക് എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. നമുക്കറിയാം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സറൗണ്ടിങ്സ് ആണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നമ്മുടെ എൻവയോൺമെന്റ് എന്നായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വെറും എൻവയോൺമെന്റ് അല്ല, ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെയും പെർഫോമൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഒരു ഓർഗനൈസേഷനകത്തുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസിനെ, നമ്മുടെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെയും അതേപോലെ തന്നെ പെർഫോമൻസിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. സോ ദീസ് ഫാക്ടേഴ്സ് എഫക്ട് ഡിസിഷൻ മേക്കിംഗ്, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സർവൈവൽ ഓഫ് എ ബിസിനസ്. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റിനെ, സർവൈവലിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. സിൻസ് ദ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് എ ഡൈനാമിക് ആൻഡ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്, ഓർഗനൈസേഷൻസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് അഡാപ്റ്റ് അക്കോർഡിംഗ്ലി. അതായത് നമുക്കറിയാം ഈ ബിസിനസ് എൻവയോൺമെന്റ്, ഏത് ബിസിനസ് എൻവയോൺമെന്റ് മാത്രമല്ല, നമ്മുടെ എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇന്ന് കാണുന്ന രീതിയിലല്ല നാളെ കാണുന്നത്, പല പല കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് ഡൈനാമിക് ആണ്, അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഓർഗനൈസേഷൻസ് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കണം, അതിനനുസരിച്ചിട്ട് അവർ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. സോ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ, ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് രണ്ടും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ കോമ്പോണന്റുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റിന് മെയിൻ ആയിട്ട് രണ്ട് കോമ്പോണന്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഇങ്ങനെ രണ്ട് കോമ്പോണന്റ്സുകളാണ് നമ്മളുടെ ഒരു ബിസിനസ് എൻവയോൺമെന്റിന് വരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇന്റേണൽ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ മാനേജ്മെന്റ്. എന്താ പറയുന്നത്? അതായത് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മളുടെ ഓർഗനൈസേഷന് അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക, ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് വരുന്ന മാനേജ്മെന്റിന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എവിടെ വരുന്നുണ്ടാവുക, ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ ഏതൊക്കെ
ഏതൊക്കെയാണ് അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വാല്യൂസ് ആൻഡ് കൾച്ചർ വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇതൊക്കെ നമുക്ക് ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്ന വേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലെ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്നത് എന്താണ്? വാല്യൂസ് ആൻഡ് കൾച്ചർ ആണ് അല്ലെ. അപ്പൊ എന്താ ഈ വാല്യൂസ് ആൻഡ് കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ബിലീഫ്, എത്തിക്സ് ആൻഡ് വർക്ക് കൾച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എന്താ പറയണത്? അതായത് നമ്മളുടെ ഓർഗനൈസേഷനകത്തുള്ള ആളുകൾക്ക് അവരവരേതായിട്ടുള്ള എന്തുണ്ടാവും? ബിലീഫുകൾ ഉണ്ടായിരിക്കും, അവരവരേതായിട്ടുള്ള എത്തിക്സ് ഉണ്ടായിരിക്കും, അവരേതായിട്ടുള്ള വർക്ക് കൾച്ചർ ഉണ്ടായിരിക്കും. സോ അവരുടെ ഈ ഒരു ബിലീഫ് ആയിക്കോട്ടെ, എത്തിക്സ് ആയിക്കോട്ടെ, വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, അത് നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന ആ ഓർഗനൈസേഷനകത്തുള്ള ആളുകളുടെ ബിഹേവിയറിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദ ബിലീഫ്, എത്തിക്സ് ആൻഡ് വർക്ക് കൾച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് എംപ്ലോയി ബിഹേവിയർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഈ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി ആണ്. അപ്പൊ എന്റെ ബിലീഫുകളും എന്റെ വാല്യൂസും ആ ഓർഗനൈസേഷനെ എന്ത് ചെയ്യും? കാരണം ഞാനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ എന്റെ ഓരോ ആക്ടിവിറ്റീസും എന്റെ ബിലീഫുകളെ വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്റെ ഓർഗനൈസേഷന് ആ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള കുറെ ബിലീഫുകളും അതേപോലെ തന്നെ എന്താ പറയാ കുറെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ബിഹേവിയറിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എഫക്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ബിലീഫ്, എത്തിക്സ് ആൻഡ് വർക്ക് കൾച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഇപ്പൊ നമ്മളുടെ ഒരു ബിലീഫ് ഒന്നാണ്, ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന വാല്യൂ അതിനോട് വിപരീതമാണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനകത്ത് നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ബിലീഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് നമ്മളുടെ ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഒരു ഫാക്ടറാണ് വാല്യൂസ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ എന്താ ഈ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ദീസ് ഡിഫൈൻ ദ പർപ്പസ് ആൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഗൈഡ് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. അല്ലെ, അതായത് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അത് റൺ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള കുറെ പർപ്പസുകളും ഗോളുകളും അച്ചീവ് ചെയ്യാനുണ്ടാവും. അപ്പൊ ആ ഒരു പർപ്പസ് ആൻഡ് ഗോൾസ്, ഒരു ഓർഗനൈസേഷന്റെ പർപ്പസ് ആൻഡ് ഗോൾസ് ഡിഫൈൻ ചെയ്യുന്നതാണ് അതിന്റെ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. ഇപ്പൊ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിറ്റർമൈൻ ദ ഹെറാർക്കി, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മളുടെ ഓർഗനൈസേഷനകത്തുള്ള ആ ഒരു ഹെറാർക്കി, അതേപോലെ തന്നെ നമ്മുടെ അവിടെ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ടാവുക. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വാല്യൂസ് ആൻഡ് കൾച്ചർ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. തേർഡ് വൺ ആണ് ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഏത് ഓർഗനൈസേഷൻ നമ്മൾ ഏത് സ്ട്രക്ചർ ആണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ ഹെറാർക്കിയിലും റെസ്പോൺസിബിലിറ്റീസിലും നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എംപ്ലോയി സ്കിൽ, നോളജ് ആൻഡ് കമ്മിറ്റ്മെന്റ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ കമ്മിറ്റ്മെന്റ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് ഒരു വൈറ്റൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് വരുന്നത് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഇവിടെ അവൈലബിലിറ്റി ഓഫ് മെഷീനറി, ടെക്നോളജി, ബിൽഡിംഗ്സ് ആൻഡ് ക്യാപിറ്റൽ എഫക്ട് ബിസിനസ് എഫിഷ്യൻസി ആൻഡ് ഗ്രോത്ത്. അല്ലെ, അപ്പൊ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമുക്ക് എത്രത്തോളം മെഷീനറീസും ടെക്നോളജീസും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം അവൈലബിൾ ആണ്, ആ ഒരു അവൈലബിലിറ്റി നമ്മളുടെ ബിസിനസിന്റെ എഫിഷ്യൻസിനെയും ഗ്രോത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ അതിനകത്ത് വരുന്ന ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മളുടെ ഓർഗനൈസേഷൻ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മളുടെ ഓർഗനൈസേഷൻ അകത്തുള്ള മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക.
വാല്യൂസ് ആൻഡ് കൾച്ചർ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഒന്നാമത്തെ ബിസിനസ് എൻവയോൺമെന്റിന്റെ കോമ്പോണന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, ഈ രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ എന്താ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പുറത്തുള്ളതാണ് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെ. അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ്, ഔട്ട്സൈഡിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ തന്നെ നമ്മൾ രണ്ട് എൻവയോൺമെന്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോ എൻവയോൺമെന്റും ഉണ്ട്, അതേപോലെ തന്നെ മാക്രോ എൻവയോൺമെന്റും ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം മൈക്രോ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ഫാക്ടേഴ്സ് ഡയറക്ട്ലി എഫക്ട് ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദ ബിസിനസ് അല്ലെ. നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ഫംഗ്ഷൻസിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക, മൈക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. മൈക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ബിസിനസിന്റെ, ഇപ്പൊ നമുക്കറിയാം ഡെയിലി ഓപ്പറേഷൻസ് ബിസിനസിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡെയിലി ഓപ്പറേഷൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക, നമ്മളുടെ മൈക്രോ എൻവയോൺമെന്റിനകത്തായിട്ട് വരുന്നുണ്ടാവുക. ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ടാവും, അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ മൈക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഒന്നാമത്തെ ഒരു പാർട്ടിയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം കസ്റ്റമേഴ്സ് എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങുമായിട്ട് ഡയറക്ട്ലി ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടീമാണ് അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ബിസിനസ് സർവൈവൽ, അണ്ടർസ്റ്റാൻഡിങ് ദെയർ നീഡ്സ് ഹെൽപ്പ് ഇൻക്രീസ് സെയിൽസ് ആൻഡ് ഗ്രോത്ത് അല്ലെ. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയും കസ്റ്റമേഴ്സ് നമ്മുടെ കിങ് ആണെന്ന് പറയും അല്ലെ. കാരണം കസ്റ്റമേഴ്സ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സെയിൽ നടക്കില്ല, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ സർവൈവലിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ നീഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മളുടെ ഫസ്റ്റ് ടീം ആയിട്ടുള്ള മൈക്രോ എൻവയോൺമെന്റിലെ ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഈ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്, ദേ പ്രൊവൈഡ് റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ അല്ലെ. നമുക്കറിയാം നമ്മുടെ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്, റോ മെറ്റീരിയൽസും റിസോഴ്സസും ആവശ്യമായിട്ടുണ്ട്. സോ ആ ഒരു റോ മെറ്റീരിയൽസും റിസോഴ്സസും നമ്മുടെ ഓർഗനൈസേഷൻ അകത്തോട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ടീമാണ് ആര് എന്ന് പറയുന്നത്, സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സപ്ലയേഴ്സിനെ കുറിച്ചിട്ട് അവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ പറയണത്, നമ്മുടെ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ ആണ്, ഒന്ന് മാക്രോ ആണ്. സോ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ടീമിനെയാണ് നമ്മൾ പറഞ്ഞത് കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആരപ്പോ ഈ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മസ്റ്റ് മോണിറ്റർ കോമ്പറ്റീറ്റേഴ്സ് സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ദെയർ മാർക്കറ്റ് പൊസിഷൻ അല്ലെ. നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവര് നമ്മളുടെ നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീമാണ്. കാരണം അവരെന്ത് ചെയ്യണോ അതിനേക്കാളും ഒരു പടി മുന്നിൽ ചെയ്താലേ നമുക്ക് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് മസ്റ്റ് ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താലേ അവർക്ക് ഒരു മാർക്കറ്റ് പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മളുടെ ഇവിടെ പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്രയാണ് നമ്മളുടെ മൈക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ മൈക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ടീമുകൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൈക്രോ എൻവയോൺമെന്റിനകത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സപ്ലയേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാക്രോ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ്. ഇതിനെ കുറിച്ചിട്ടാണ്, മാക്രോ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ബ്രോഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡയറക്ട്ലി എഫക്ട് ഓൾ ബിസിനസ്സസ് അല്ലെ. നമ്മുടെ ബിസിനസിനെ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, ഈ ഒരു മാക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് എക്കണോമിക് എൻവയോൺമെന്റ്. അപ്പൊ ഈ മാക്രോ എൻവയോൺമെന്റിനകത്ത് ഒരുപാട് എൻവയോൺമെന്റുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് സച്ച് ആസ് GDP,
ഇൻഫ്ലേഷൻ, ഇൻകം ലെവൽസ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ് ഇൻഫ്ലുവൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് കൺസ്യൂമർ പർച്ചേസിംഗ് പവർ അല്ലെ. അതായത് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ GDP, ഇൻഫ്ലേഷൻ, ഇൻകം ലെവല്, ഗവൺമെന്റിന്റെ പോളിസീസ് തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നുണ്ടാവുക, എക്കണോമിക് എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ബിസിനസിന്റെ ആക്ടിവിറ്റീസിനെ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിംഗ് പവറിനെ ആണെന്നുണ്ടെങ്കിലും ആ രണ്ടെണ്ണത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള GDP, ഇൻഫ്ലേഷൻ, ഇൻകം ലെവല്, ഗവൺമെന്റ് പോളിസി തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്കണോമിക് എൻവയോൺമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ മാക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ ആണ് എന്ത് എന്ന് പറയുന്നത്, എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ആണ്. എന്താണ്? പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നത് ഗവൺമെന്റ് സ്റ്റെബിലിറ്റി, ലോസ്, റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് എഫക്ട് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് അല്ലെ. നമ്മുടെ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ലോസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, പോളിസീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിനെയും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിനകത്ത് വരുന്നത്, ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പിന്നീട് വരുന്നത് സോഷ്യോ കൾച്ചറൽ ആൻഡ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആണ്. എന്താണ്? സോഷ്യോ കൾച്ചറൽ ആൻഡ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇവിടെ കൾച്ചർ, ട്രഡീഷൻസ്, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, ഏജ് ആൻഡ് പോപ്പുലേഷൻ ട്രെൻഡ്സ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് അല്ലെ. പിന്നെ നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ ആയിക്കോട്ടെ, മാർക്കറ്റ് ഡിമാൻഡിനെ ആയിക്കോട്ടെ, അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ കൾച്ചർ, നമ്മുടെ ആ കസ്റ്റമേഴ്സിന്റെ കൾച്ചർ, അവരുടെ ട്രഡീഷൻസ്, അവർ ഉപയോഗിക്കുന്ന ലൈഫ് സ്റ്റൈല്, എഡ്യൂക്കേഷൻ, ഏജ്, പോപ്പുലേഷൻ ട്രെൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു സോഷ്യോ കൾച്ചറൽ ആൻഡ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിനകത്ത് വരുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ മാക്രോ എൻവയോൺമെന്റിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ബിസിനസ് എൻവയോൺമെന്റിന്റെ കോമ്പോണന്റുകളെ കുറിച്ചിട്ടാണ് അല്ലെ. ഡിഫറെന്റ് കോമ്പോണന്റ്സ് ആണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയല്ല, ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ കോമ്പോണന്റുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി അതല്ലാതെ തന്നെ നമ്മളോട് നേരിട്ടിട്ട് ചോദിക്കാം, ഇന്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു, അതിന്റെ രണ്ട് കോമ്പോണന്റുകളാണ് ബിസിനസ് എൻവയോൺമെന്റിന് വരുന്നത് അല്ലെ. ബിസിനസ് എൻവയോൺമെന്റിന് രണ്ട് കോമ്പോണന്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഇന്റേണലും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണലും വരുന്നുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിന് വരുന്ന കോമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. മൈക്രോയും ഉണ്ട്, അതേപോലെ തന്നെ മാക്രോയും ഉണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ കോമ്പോണന്റുകളായിട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് നമ്മളുടെ ഓർഗനൈസേഷനകത്ത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിലെ ഒരു രണ്ട് പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് ഓർഗനൈസേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് എന്താണ്, ദ ബിസിനസ് എൻവയോൺമെന്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു എന്തിനൊക്കെയാണ്, ഫസ്റ്റ് വൺ ഐഡന്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് അല്ലെ. നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിറ്റക്ട് ത്രെഡ്സ് ആൻഡ് ചാലഞ്ചസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. അതായത് നമുക്ക് തോന്നുകയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ചാലഞ്ച് ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് എൻവയോൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാൻ സ്ട്രാറ്റജീസ് എഫക്റ്റീവ്ലി അല്ലെ, എഫക്റ്റീവായിട്ട് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂട്ടിലൈസ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി, നമ്മുടെ റിസോഴ്സുകൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ് ആൻഡ് കോമ്പറ്റേറ്റീവ്നെസ്, നമ്മുടെ ഓവറോൾ പെർഫോമൻസും കോമ്പറ്റേറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻസിനകത്ത് ബിസിനസ് എൻവയോൺമെന്റ് ചെലുത്തുന്ന സ്വാധീനം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ കോമ്പോണന്റുകൾ എന്തൊക്കെയാണ്, ആ കോമ്പോണന്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ ഇൻഫ്ലേഷൻ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ദ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഹൈലൈറ്റ് ദ എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെ. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്ലേഷൻ എന്താണ്, അതിന്റെ ടൈപ്പ് എന്തൊക്കെയാണ്, അതിന്റെ കോസുകൾ എന്തൊക്കെയാണ്, അതിന്റെ എഫക്ട് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക്
സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു എ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലെ. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടൈമിൽ നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ഒരു പ്രൈസിൽ ഇൻക്രീസ് വരികയാണ്. ജനറൽ പ്രൈസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പൈസ കൂടി വരികയാണ്. അതിന്റെ ആ ഒരു എമൗണ്ട്, ആ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആസ് പ്രൈസസ് റൈസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി ഫാൾസ്, മീനിങ് പീപ്പിൾ ക്യാൻ ബൈ ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. അപ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പർച്ചേസിംഗ് പവർ കുറയുന്നുണ്ട്. അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ നമ്മൾ പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് എന്താ പറയുക ഒരു 20 കിലോ സാധനം വാങ്ങാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയ്ക്ക് ആകെ 10 അല്ലെങ്കിൽ 5 കിലോനെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളുടെ ആ ഒരു പ്രൈസിൽ, ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്പുകളിൽ വരുന്നുണ്ട്. ഒന്ന് അതിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ കീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാലും മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രൈസസ് ഇൻക്രീസ് ലോലി അറ്റ് എ സിംഗിൾ ഡിജിറ്റ് റേറ്റ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് നോർമൽ ആൻഡ് മാനേജബിൾ ഇൻ ആൻ എക്കോണമി. അപ്പൊ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫ്ലേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് റേറ്റിലായിരിക്കും. അതായത് വല്ലാതെ ഒന്നും കൂടുന്നുണ്ടാവില്ല. ഒരു സിംഗിൾ ഡിജിറ്റ് റേറ്റ് വെച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ പ്രൈസിൽ ഇൻക്രീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്രീപ്പിംഗ് അല്ലെങ്കിൽ ഈ ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർമൽ ആൻഡ് മാനേജബിൾ ആയിട്ടാണ്. നമ്മുടെ എക്കോണമിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഫിനോമിന ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ നമ്മൾ നോക്കി കാണുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസസ് റൈസ് റാപ്പിഡ്ലി അറ്റ് ഡബിൾ ഓർ ട്രിപ്പിൾ ഡിജിറ്റ് അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ഡിജിറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഗലോപ്പിംഗ് ഇൻഫ്ലേഷനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസുകൾ റാപ്പിഡ്ലി ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 20 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഒരു സാധനം എന്ത് ചെയ്യാണ്, ഒറ്റയടിക്ക് 40 രൂപയ്ക്കും 80 രൂപയ്ക്കും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഡബിൾ ആയിട്ട്, ഒരു ട്രിപ്പിൾ ഡിജിറ്റിലോ അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റിലോ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇത് റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് സേവിങ്സ് ആൻഡ് എഫക്റ്റീവ് ഫിക്സഡ് ഇൻകം ഏർണേഴ്സ്. അപ്പൊ ഇത് നമ്മളുടെ സേവിങ്സിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ ഫിക്സഡ് ഇൻകം ഏർണേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് കേട്ടോ. അപ്പൊ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസസ് ഇൻക്രീസ് എക്സ്ട്രീംലി ഫാസ്റ്റ്, ഓഫൺ മോർ ദാൻ 50% പെർ മന്ത് അല്ലെ. ഇവിടെ വളരെയധികം എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ മോർ ദാൻ 50% പെർ മന്ത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് കോസസ് എ സിവിയർ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് മണി ആൻഡ് എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി. അപ്പൊ ഇത് നമ്മളുടെ വാല്യൂ ഓഫ് മണിയിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടാവാനും അതേപോലെ തന്നെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാവാനും ഒക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അതാണ് നമ്മളുടെ വേരിയസ് ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്രീപ്പിംഗ് അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷനും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ഇൻഫ്ലേഷന്റെ കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടൊക്കെയാണ് ഇൻഫ്ലേഷൻ വന്നിട്ടുള്ളത്, എന്തുകൊണ്ടൊക്കെയാണ് ഇൻഫ്ലേഷൻ വരുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കോസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് കോസ് ആയിട്ട് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. അതായത് ഇറ്റ് ഒക്കേഴ്സ് വെൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സീഡ് സപ്ലൈ. സപ്ലൈക്കാളും കൂടുതലായിട്ട് ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പ്രൈസ് കൂട്ടാറുണ്ട്. അതൊരു കാരണമാണ്. അപ്പൊ അത് കോസ്ഡ് ബൈ ഇൻക്രീസ്ഡ് കൺസ്യൂമർ സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓർ മണി സപ്ലൈ. അപ്പോൾ അവിടെ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ സ്പെൻഡിങ് ഇൻക്രീസ് ആവും, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, മണി സപ്ലൈ ഒക്കെ കൂടാൻ കാരണം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒക്കർ ചെയ്യുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് സപ്ലൈക്കാട്ടിലും എക്സീഡ് ആവുന്ന ഒരു കേസാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ കോസ് ആയിട്ട് പറയുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്ന സമയത്താണ് ഇതുണ്ടാവുന്നത്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വേജുകൾ കൂടാം, റോ മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ റൈസ് ഫ്യൂവൽ പ്രൈസ് ഫോർ പ്രൊഡ്യൂസേഴ്സ്
ട്രിഗേഴ്സ് ടു റൈസ് പ്രൈസസ് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഫ്യൂവൽ പ്രൈസ് കാര്യങ്ങളൊക്കെ കൂടുക, അതുകൊണ്ടൊക്കെ നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടാവാറുണ്ട്. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇൻഫ്ലേഷൻ, അതിന്റെ ടൈപ്പ് എന്തൊക്കെയാണ്, അതിന്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അതാണ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് എഫക്ട് എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ പർച്ചേസിംഗ് പവർ ആണ്. നമ്മുടെ പർച്ചേസിംഗ് പവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ കാരണം ഒരു റിഡക്ഷൻ വരുന്നുണ്ട്. ദ വാല്യൂ ഓഫ് മണി ഡിക്രീസസ്, കൺസ്യൂമേഴ്സ് ക്യാൻ ബൈ ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ സെയിം ഇൻകം. അതായത് ഇവിടെ ഒന്നാമത്തെ ഒരു എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യും, അവിടെ കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം ഇൻകം ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന് അവർക്ക് വളരെ കുറഞ്ഞ ഗുഡ്സുകളോ അല്ലെങ്കിൽ സർവീസുകളോ മാത്രമേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പണ്ട് 100 രൂപയ്ക്ക് 2 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അത്ര വാങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് പവർ അവിടെ റെഡ്യൂസ് ചെയ്യും. നമ്മൾ വില കൂടിക്കഴിഞ്ഞാൽ വല്ലാതെ പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യോ ഇല്ല. സോ അതാണ് എന്തെന്ന് പറയണത്, റിഡക്ഷൻ ഇൻ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. അപ്പൊ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് മേ ഏൺ ഹയർ പ്രോഫിറ്റ്, ഫിക്സഡ് ഇൻകം ഏണേഴ്സ് ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ് സഫർ ഡ്യൂ ടു റൈസിംഗ് പ്രൈസസ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിന് അവർക്കൊന്നും പ്രശ്നമല്ല. അവർക്ക് വില കൂടുമ്പോൾ വില കൂടുമ്പോൾ ആൾക്കാർ എന്തായാലും ആവശ്യ സാധനങ്ങളാണെങ്കിൽ അത് വാങ്ങും. അപ്പൊ അവരെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ഫിക്സഡ് ഇൻകം ഏണേഴ്സിന് അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പുകൾക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഒരു എഫക്ട് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓൺ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോറോവേഴ്സിനെയും ലെൻഡേഴ്സിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ബോറോവേഴ്സ് ബെനിഫിറ്റ് ബിക്കോസ് ദേ റീപേ ലോൺസ് വിത്ത് മണി ഓഫ് ലോവർ വാല്യൂ, ലെൻഡേഴ്സ് ലൂസ് ബിക്കോസ് ദ റിയൽ വാല്യൂ ഓഫ് ദ മണി റിട്ടേൺഡ് ഡിക്രീസസ്. അതായത് ഇമ്പാക്ട് ഓൺ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോവേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, ബോറോവേഴ്സ് ബെനിഫിറ്റ്, അവർക്ക് ബെനിഫിറ്റ് ആണ്. കാരണം ദേ റീപേ ലോൺ വിത്ത് മണി ഓഫ് ലോവർ വാല്യൂ അല്ലെ. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ പൈസ കൂടുമ്പോൾ, അതായത് പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് മണി അവിടെ കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോവർ വാല്യൂ മണിയിൽ അവർക്ക് അവരുടെ പേയ്മെന്റ്, ലോൺ പേയ്മെന്റ് അവർക്ക് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അവർക്ക് അവരുടെ ആ ഒരു ശരിക്കും അവർ കൊടുത്തിട്ടുള്ള പൈസ അവരിപ്പോ 50,000 രൂപ, നമ്മളിപ്പോ പറയില്ലേ പണ്ടത്തെ കാലത്ത് 50,000 അല്ല ഇപ്പത്തെ 50,000 എന്ന് പറയില്ലേ, മാറ്റം ഉണ്ട് എന്ന് പറയില്ലേ. പണ്ടത്തെ 50,000-ന് ഇന്നത്തെ ഒരു 10 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെനിഫിറ്റ് ആണ്. കാരണം അവർക്ക് അവരുടെ ആ ഒരു അവർ വാങ്ങിയ അത്ര വാല്യൂ ഇപ്പം പൈസക്ക് വരുന്നില്ല. പക്ഷെ ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. കാരണം അവർ അന്ന് കൊടുത്തപ്പോൾ നല്ല വാല്യൂ ഉള്ളത് ഇൻഫ്ലേഷൻ കാരണം അവരുടെ ആ വാല്യൂ ഇപ്പൊ എന്ത് ചെയ്തു, റെഡ്യൂസ് ആയിട്ട് പോയി. അപ്പൊ അതാണ് ഇമ്പാക്ട് ഓൺ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് എഫക്ട് ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഡൊമസ്റ്റിക് ഗുഡ്സ് ബിക്കം മോർ എക്സ്പെൻസീവ് ഇൻ ഫോറിൻ മാർക്കറ്റ്, എക്സ്പോർട്ട് മേ ഡിക്രീസ് വൈൽ ഇമ്പോർട്ട്സ് ഇൻക്രീസ്, എഫക്ടിങ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഈ ഫോറിൻ മാർക്കറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ഡിക്രീസ് ആവാനും ഇമ്പോർട്ട് ഇൻക്രീസ് ആവാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മളിവിടെ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി, ഇൻഫ്ലേഷന്റെ കോസസ് ഏതൊക്കെയാണെന്ന് നോക്കി, അതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്, ഡിസ്കസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ മണി മാർക്കറ്റ് എന്താ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ മണി മാർക്കറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. നമ്മുടെ ഷോർട്ട് ടേമിലോട്ടുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേമിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് സെഗ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ലെസ് ദാൻ എ 1 ഇയർ അല്ലെ, 1 വർഷത്തിന് താഴെയുള്ള ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളും ഷോർട്ട് ടേം ഫണ്ടുകളും ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ്, ബിസിനസ്സസ്, ബാങ്ക്സ് ആൻഡ് ദ ഗവൺമെന്റ് മീറ്റ് ദെയർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. അപ്പൊ ഇത് നമ്മളുടെ ഇൻഡിവിജ്വൽസിനെ, ബിസിനസിനെ, ബാങ്കുകളെയൊക്കെ സംബന്ധിച്ചിട്ട്, ഗവൺമെന്റിനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടുകളും ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മണി മാർക്കറ്റിന്റെ വേരിയസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ബാലൻസ് ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഹെൽപ്പ് മാനേജ് ടെമ്പററി സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവുന്ന ടെമ്പററി ആയിട്ടുള്ള സർപ്ലസുകൾ, അതേപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ആണ്. എനേബിൾ ക്വിക്ക് കൺവേർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഇൻ ടു ക്യാഷ് വിത്ത് മിനിമം ലോസ്. അതേപോലെ തന്നെ നമുക്കൊരു ക്വിക്കായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റുകളെ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ് ആണ് പറയുന്നത്. ഓഫേഴ്സ് ഫണ്ട് ടു ബോറോവേഴ്സ് അറ്റ് റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. അല്ലെ, ഒരു റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓണേഴ്സിന് ബോറോവേഴ്സിന് ഇവിടെ ഫണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് സപ്പോർട്ട് മോണിറ്ററി പോളിസി ആണ്. ഹെൽപ്പ് ദ സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് മണി സപ്ലൈ ആൻഡ് ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി. അല്ലെ, നമ്മുടെ എക്കോണമിയിൽ ലിക്വിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ മണി മാർക്കറ്റിന്റെ വേരിയസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡീല് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മണി മാർക്കറ്റിനകത്ത് വരുന്ന വേരിയസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ അതിൽ വരുന്നത് ടി ബിൽ ഉണ്ട്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽസ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇത്രയാണ് നമുക്ക് വരുന്ന മണി മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് വൺ നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടി ബില്ല് അഥവാ ട്രഷറി ബില്ലാണ്. അപ്പൊ എന്താ ഈ ടി ബിൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. അല്ലെ, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടി ബിൽ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു മീറ്റ് ദ ഗവൺമെന്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടി ബില്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ടി ബില്ലിനെ നമ്മൾ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എപ്പോഴും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ടി ബിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മളൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അൺസെക്യൂർഡ് ഷോർട്ട് ടേം പ്രൊമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ലാർജ് കമ്പനീസ്. അപ്പൊ നമ്മുടെ ലാർജ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ള, നമുക്ക് സെക്യൂർഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അൺസെക്യൂർഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം പ്രൊമിസറി നോട്ടുകളാണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു റൈസ് ഫണ്ട് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ടൈം ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ നമ്മുടെ ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇഷ്യൂ ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ആയിട്ടുള്ള ടൈം ഡെപ്പോസിറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, സി ഡി അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കുകൾ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ടൈം ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അഥവാ സി ഡിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഓഫർ ഫിക്സഡ് റിട്ടേൺ ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ്. അപ്പൊ നമുക്കൊരു സ്പെസിഫൈഡ് പീരിയഡിലോട്ട് ഫിക്സഡ് റിട്ടേൺ ഓഫർ ചെയ്യുന്നതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പറയുന്നത് കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് ആണ്. ഇവിടെ വെരി ഷോർട്ട് ടേം ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്, വളരെ കുറഞ്ഞ കാലത്തേക്ക് വളരെ ഷോർട്ട് പീരിയഡിലോട്ടുള്ള ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത്, കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. കോൾ മണി എന്ന് പറയുമ്പോൾ 1 ഡേക്ക് വേണ്ടിയിട്ടും നോട്ടീസ് മണി എന്ന് പറയുന്നത് അപ് ടു 14 ഡേയ്സിന് വേണ്ടിയിട്ടും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കൊമേഴ്ഷ്യൽ ബില്ലാണ്. കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രേഡ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്. ഹെൽപ്പ് ഫിനാൻസ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. അല്ലെ, നമ്മുടെ ഗുഡ്സിന്റെ പർച്ചേസ് ആൻഡ് സെയിലിനെ ഹെൽപ്പ്, അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് തരുന്ന ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് MMFS ആണ്, അഥവാ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റേബിൾ റിട്ടേണും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. സോ അത്രയാണ് നമുക്ക് എവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മണി മാർക്കറ്റിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ടി-ബിൽ ഉണ്ട്, CPS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ ആൻഡ് നോട്ടീസ് മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബില്ല്, മണി മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോണ സമയത്ത് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഓൺ ഇന്റർനാഷണൽ ബിസിനസ്, ബ്രീഫ്ലി ഡിസ്കസ് ദ recent trends in technological advancements adopted by Indian businesses. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട് പറഞ്ഞു. ആ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ തന്നെ എന്ന് പറയുന്നത് എന്താണ് അഡ്വാൻസ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ദ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻ, റിസർച്ച്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള ബിസിനസിന്റെ ഓപ്പറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെയാണ് നമ്മുടെ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റിനകത്ത് വരുന്നുണ്ടാവുക. ഈ ഇന്റർനാഷണൽ ബിസിനസ് ടെക്നോളജി പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ, പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അല്ലെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടും, പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പൊ ടെക്നോളജി സച്ച് ആസ് ദ ഇന്റർനെറ്റ്, ഇമെയിൽ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ് എനേബിൾ ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ അക്രോസ് കൺട്രീസ്. ബിസിനസ്സസ് ക്യാൻ കോർഡിനേറ്റ് ഗ്ലോബൽ ഓപ്പറേഷൻസ് മോർ എഫക്റ്റീവ്ലി. അപ്പൊ എന്താ പറയുന്നത്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജീസ് ആയിട്ടുള്ള ഇന്റർനെറ്റ്, ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രീസ് തമ്മിലുള്ള ക്വിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഗ്ലോബൽ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഇന്റർനാഷണൽ ബിസിനസ്സിനകത്ത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ഫാസ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. അതായത് അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്പ് ഇൻ ദ എഫിഷ്യന്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇന്റർനാഷണലി. ഇന്റർനാഷണലി നമ്മുടെ ഗുഡ്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരുന്നത് നമ്മുടെ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റിലാണ്. പിന്നെ വരുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ഓട്ടോമേഷൻ ആൻഡ് മോഡേൺ മെഷീനറി ഇംപ്രൂവ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോമേഷൻ, അതേപോലെ തന്നെ മോഡേൺ മെഷീനറി ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ്സ് ഓൺ എ ലാർജർ സ്കെയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിന് ഒരു ലാർജർ സ്കെയിലിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ദെൻ പിന്നീട് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസ് ആണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അലോ കമ്പനീസ് ടു റീച്ച് കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. അല്ലെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പനീസിനെ, കസ്റ്റമേഴ്സിനെ വേൾഡ് വൈഡ് ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്മോൾ ബിസിനസ് ക്യാൻ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അല്ലെ, ചെറിയ ബിസിനസ്സിന് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പറയുന്നത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്. അല്ലെ, നമുക്കറിയാം മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റംസും ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ പ്രിഫറൻസസ് ക്യാൻ ബി അനലൈസ്ഡ് ഈസിലി. അപ്പൊ നമുക്ക് അതിലൂടെ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡുകളും കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസും ഒക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നത് എൻഹാൻസ്ഡ് കോമ്പറ്റീറ്റീവ്നെസ് ആണ്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഹെൽപ്പ് ബിസിനസ്സസ് ഡെവലപ്പ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അല്ലെ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ബിസിനസിനെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പുതിയ പ്രൊഡക്റ്റുകളും പുതിയ സർവീസുകളും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് ഗെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. കമ്പനീസിന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതാണ് എൻഹാൻസ്ഡ്
കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ആ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ റീസെന്റ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിക്കൽ ട്രെൻഡുകൾ, റീസെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിക്കൽ ട്രെൻഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതോട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് AI ആണ് അല്ലെ. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ബിസിനസ്സസ് യൂസ് AI ഫോർ കസ്റ്റമർ സർവീസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഓട്ടോമേഷൻ. ഇപ്പൊ നമ്മളൊക്കെ ChatGPT ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല അല്ലെ. എന്ത് വന്നാലും ഒന്നിന് 2 ChatGPT ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ChatGPT അതേപോലെ തന്നെ ജെമിനി ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റുകളാണ്. അഡോപ്ഷൻ ഓഫ് UPI, മൊബൈൽ വാലറ്റ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ് ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി അല്ലെ. പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. കമ്പനി സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റ ത്രൂ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഫോർ ബെറ്റർ ആക്സസിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. അതേപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പനീസ് എന്താ ചെയ്യുന്നത്, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കൊമേഴ്സ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോം ഹാവ് എനേബിൾഡ് ബിസിനസ്സസ് ടു റീച്ച് എ വൈഡർ കസ്റ്റമർ ബേസിലെ. നമ്മൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കസ്റ്റമറിലോട്ട് അത് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൊമേഴ്സ് എക്സ്പാൻഷൻ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ആണ് വരുന്നത്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് യൂസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് അല്ലെ. നമ്മളുടെ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വേരിയസ് ആയിട്ട് വരുന്ന ടെക്നോളജിക്കൽ ട്രെൻഡുകൾ അല്ലെ. ഇന്ത്യൻ ബിസിനസ്സുകാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ട്രെൻഡുകൾ ഇതൊക്കെയാണ്. AI ഉണ്ട്, ഡിജിറ്റൽ പേയ്മെന്റുകൾ വരുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, കൊമേഴ്സ് എക്സ്പാൻഷൻ, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ഒക്കെ നമുക്ക് അതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും.